ഹലോ ഗായ്സ്, അങ്ങനെ രണ്ട് കാല് നിവർന്ന് കിടക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ചിക്കൻ എന്തോ ഐറ്റംസ് ആണെന്നല്ലേ. അത് നമ്മളിന്നൊരു സ്പെഷ്യൽ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ലേറ്റ് നൈറ്റ് ക്രേവിംഗ് ആണ്. ഏകദേശം ഒരു 10 മണിക്കാണ് ഞാനിതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഓവർ നേരം ഒന്നും മസാല പുരട്ടി വെക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഞാൻ സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് 4 വറ്റൽമുളക്, കുറച്ച് മല്ലി, അതുപോലെ തന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരണം. ഓവർ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ സമയമാകുമ്പോഴേക്കും ഞാനിവിടെ വേറൊരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന കൂടെ വേണമായിരുന്നു. അതിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാതിരുന്നത്. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരണം. അങ്ങനെ അത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മല്ലി അങ്ങനെ പൊടിഞ്ഞില്ല കേട്ടോ. ജാറിൻ്റെ ഒരു കുഴപ്പമാണ്. കുറേ നേരം പൊടിക്കാൻ നോക്കി, പക്ഷേ പൊടിഞ്ഞില്ല. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരണം. അതിന് മുന്നേ കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. അതിന് കൂടെ തന്നെ തൈര് വേണമെങ്കിൽ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ നാരങ്ങ നീരാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറേ എനിക്ക് വെക്കാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. മാക്സിമം വെക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചീഞ്ചട്ടി വെച്ച് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാനൊരു ലെഗ് അങ്ങ് ഇട്ട് കൊടുത്തു. ആദ്യം വിചാരിച്ചു ഇയാൾ ഒറ്റയ്ക്ക് അങ്ങ് ഫ്രൈ ആവട്ടെ എന്ന്. പിന്നെ എനിക്ക് ടൈമില്ല വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വെച്ച് 2 പേരും ഒരുമിച്ച് അങ്ങ് പൊക്കോട്ടെ, എന്തിനാണ് വെറുതെ ഒരാൾക്ക് വിഷമം കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് 2 ആളെയും ഞാൻ ഒരുമിച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് മൊരിയിച്ച് വരണമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ മൊരിയിച്ചെടുക്കുന്നുണ്ട്. 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വിചാരിക്കും പണി കഴിഞ്ഞൊന്നുമില്ല. എക്സ്ട്രാ ഒരു മിനുക്ക് പണികൾ കൂടെ ബാക്കിയുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ടേസ്റ്റ് ഇതാണ്. ബാക്കിയുള്ള മസാലയും കുറച്ച് ടൊമാറ്റോ സോസും ക്രഷ്ഡ് ചില്ലിയും കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ ഒരു കുറച്ച് നേരം. എന്നിട്ടങ്ങ് കഴിച്ച എൻ്റെ മക്കളെ ചക്കപ്പുഴുക്കിൻ്റെ കൂടിയാണ് ഒരു പിടി അങ്ങ് പിടിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.